തെരഞ്ഞെടുപ്പ് വേദികളിൽ പരസ്പരം ബിജെപി ബന്ധം ആരോപിച്ച് എൽഡിഎഫും യുഡിഎഫും ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ കോലൂബി സഖ്യം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആരോപിച്ചു. ബിജെപിയും സിപിഎമ്മും തമ്മിലാണ് ധാരണയെന്ന് കോൺഗ്രസിന്റെ മറുപടി. വടകരയെ തോൽവി ഭയന്നാണ് സിപിഎം ആരോപണമുന്നയിക്കുന്നതെന്ന് ബിജെപി വിശദീകരിക്കുന്നു. ബിജെപിയുമായി ബന്ധം ആർക്ക് എന്ന കാര്യത്തിലാണ് എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ള തർക്കം. 5 സീറ്റുകളിൽ ബിജെപി ദുർബല സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്നും അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണവുമായി ആദ്യമെത്തിയത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ആവർത്തിച്ചു. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കാനല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും യുഡിഎഫും സ്വീകരിക്കുന്നത്. ഇത് നാടിനിപ്പോ മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ കേരളത്തിൽ ബിജെപിയും സിപിഎമ്മും ചേർന്ന് യുഡിഎഫിന്റെ സീറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കില്ല. 1 ലക്ഷം വോട്ട് പോലും ഇല്ലാത്തിടത്ത് ബിജെപി എങ്ങനെ ശക്തനായ സ്ഥാനാർത്ഥി നിർത്തുമെന്നായിരുന്നു വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചോദ്യം. സിപിഎമ്മിന്റെ ആരോപണം പരാജയ ഭീതി മൂലമാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രനും പറഞ്ഞു. സിപിഎം ഇത്തരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് അവരുടെ പരാജയം അവർ ആദ്യമേ തന്നെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് ലീഗ് ബിജെപി സഖ്യ ആരോപണം പരാജയ സമ്മതത്തിന്റെ ഉദാഹരണമാണെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അണിനിരുന്നതോടെ സിപിഎം അങ്കലാപ്പിലാണ്. സർക്കാരിന്റെ ഭരണപരാജയവും കൊലപാതക രാഷ്ട്രീയവും ചർച്ചയാകുന്നത് മാറ്റാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ 5 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഗ് ബിജെപി ബന്ധം ഉണ്ടെന്നുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന അവരുടെ പരാജയ സമ്മതത്തിന്റെ പ്രകടമായ ഉദാഹരണമായിട്ട് കാണുക. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികൾ അണിനിരുന്നതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി ആകെ അങ്കലാപ്പിലാണ്. അവരുടെ ആ പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഈ കാര്യം തട്ടിപ്പറ്റിരിക്കുന്നത്. ഡിജിപി ജേക്കബ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 2020 മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ചാലക്കുടിയിലാണ് മത്സരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 സി എൻ പ്രകാശ് ആയിരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ ഇടത് വലത് മുന്നിലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തറപറ്റിച്ച 2020 കിഴക്കമ്പലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തറപറ്റിച്ച 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് ജേക്കബ് തോമസ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സസ്പെൻഷനിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ, അതും DGP റാങ്കിലുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കേരള കേഡറിലെ തന്നെ ഏറ്റവും സീനിയറായ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. 2017 ഡിസംബർ മുതൽ അദ്ദേഹം സസ്പെൻഷനിലാണ്. നേരത്തെ UDF സർക്കാരിനെതിരെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി എന്ന തരത്തിൽ വലിയ തോതിൽ പ്രതിച്ഛായുള്ള വ്യക്തിയാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ, പിന്നീട് വന്ന പിണറായി സർക്കാർ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ അടക്കം ആയി നിയമിച്ചിരുന്നു. പിന്നീട് EP ജയരാജന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ തുടർന്നാണ് അദ്ദേഹം പിണറായി സർക്കാരിന് അനന്തനായത്. അതിനുശേഷമാണ് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്നത് അദ്ദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചാലക്കുടി മത്സരിപ്പിക്കാൻ വേണ്ടി 2020 ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18-ൽ 17 സീറ്റും നേടിയാണ് കിഴക്കമ്പലത്ത് 2020 അധികാരത്തിലെത്തിയത്. നേരത്തെ അഡ്വക്കേറ്റ് ചാർലി പോളിനെ, KCBCയുടെ മധ്യവേദി സമിതിയുടെ പ്രസിഡന്റായ ചാർലി പോളിനെ സ്ഥാനാർത്ഥിയാക്കാൻ 2020 ആലോചിച്ചിരുന്നു. സീറോ മലബാർ സഭ നേതൃത്വവും UDF നേതൃത്വവും ഇടപെട്ട് അദ്ദേഹത്തെ പ്രകാശ്, ഇതിപ്പോ പ്രകാശ് സൂചിപ്പിച്ചപ്പോൾ തന്നെ കിഴക്കമ്പലത്തെ വലിയ സ്വാധീനമുണ്ട് 2020. ഈ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി ആർക്കായിരിക്കും ക്ഷീണം, ആർക്കായിരിക്കും നേട്ടം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 മത്സരിച്ചില്ല. കുന്നത്നാട് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് കിഴക്കമ്പലം പഞ്ചായത്ത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ VP സജീന്ദ്രനാണ് അവിടെ ലീഡ് കിട്ടിയത്. അതായത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വലിയ തോതിലുള്ള സ്വാധീനം 2020 ഉള്ളത്. പ്രളയത്തിന് ശേഷം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ സമീപ പഞ്ചായത്തിലും ജനങ്ങളുടെ സ്വീകാര്യത പിടിച്ചുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFനായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുക. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലായതുകൊണ്ടും പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി പോരാട്ടങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രചരണത്തിലുടനീളം പിണറായി സർക്കാരിനെ പ്രതികൂട്ടിലാകുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കാൻ സാധ്യത. അത് ഒരു ഘട്ടം വരെ ഇന്നസെന്റിനെയും പ്രതിരോധത്തിലാക്കും. സി എൻ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ബിജെപിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അനിശ്ചിതമായി വൈകുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ചുമതലക്കാരുടെ യോഗം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരും. കേരളത്തിലെ പട്ടിക ഇന്നെങ്കിലും പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പങ്കെടുത്ത യോഗം രാത്രി വൈകിയാണ് സമാപിച്ചത്. ഹോളി ആഘോഷമായതിനാൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. കേരളത്തിൽ 14 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം അവസാനിച്ചിട്ടില്ല. കൊല്ലത്ത് ടോം വടക്കൻ മത്സരിക്കുമെന്നാണ് സൂചന. അതേസമയം സ്ഥാനാർത്ഥിയാകാൻ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം വീണ്ടും സമീപിച്ചതായി വിവരമുണ്ട്. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചതായാണ് സൂചന. RSSന്റെ സമ്മർദ്ദവും അണികളുടെ വികാരവും കണക്കിലെടുത്ത് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും. PS ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല. പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് വിവരം. പാലക്കാടില്ലെങ്കിൽ മത്സരത്തിനില്ലെന്നറിയിച്ച ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ പോരാട്ടത്തിനിറങ്ങും. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം ജനവിധി തേടും. ന്യൂസ് 18 ഡൽഹി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങി. BJP സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ വൈസ് ചെയർമാനുമായ ശ്രീ കൃഷ്ണകുമാറാണ് അനൌദ്യോഗിക പ്രചരണം തുടങ്ങിയത്. മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടുമെന്ന് കൃഷ്ണകുമാർ പറയുന്നു. BJPയുടെ പാലക്കാട്ട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പ്രചരണം അനൌദ്യോഗികമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപിക്കാനിരിക്കും. പക്ഷേ അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥി ഉറപ്പിച്ച സാഹചര്യത്തിൽ അനൌദ്യോഗിക പ്രചരണം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പ്രചരണം തുടങ്ങി. പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളെയും അതുപോലെ തന്നെ കീ വോട്ടർമാരെ കാണുക എന്നുള്ളത് ഇന്ന് കാലത്ത് ആരംഭിച്ചു. പ്രഖ്യാപനം കുറച്ച് വൈകിപ്പോയി. മറ്റു 2 മുന്നണികളും പ്രഖ്യാപിച്ച് ഇനിയും പ്രഖ്യാപനം ആയിട്ടില്ല. എങ്കിൽ പോലും അത് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം BJPയെ സംബന്ധിച്ചോളം കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങളുടെ 1ാം ഘട്ട ഗൃഹസമ്പർക്കം കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ കഴിഞ്ഞു. മറ്റു 2 മുന്നണികളും ഗൃഹസമ്പർക്കം പോലും ആരംഭിച്ചില്ല. ഞങ്ങൾ ഒരു പടി മുന്നിലാണ്. സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, നരേന്ദ്രമോദിക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം തിരിച്ചു വരാനായിട്ടാണ് വോട്ട്. താമരയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ പാലക്കാട് അട്ടിമറി ഉണ്ടാവുന്ന ആത്മവിശ്വാസം തന്നെയാണ്. 100%. ഇത്തവണ പാലക്കാട് നിന്നുള്ള നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളായിരിക്കും ലോക്സഭയിൽ ഉണ്ടാവുക. പാലക്കാട് ഒരു അത്ഭുതം തന്നെ സംഭവിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹവും പ്രവർത്തകരും പങ്കുവെക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ഒരുങ്ങിയ RSS. കൊച്ചിയിൽ നടന്ന ഹിന്ദു സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ BJP നേതൃത്വത്തിനെതിരെ വിമർശനവും ഇവിടെ ഉയർന്നു. BJP, RSS, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ശബരിമല വിഷയം BJPക്ക് വലിയ മേൽക്കൈ നൽകുമെന്നാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ. നിയോജകമണ്ഡല തലത്തിൽ RSS, BJP നേതാക്കൾ ഉൾപ്പെടുന്ന സമന്വയ സമിതികൾ രൂപീകരിക്കും. RSSന്റെ മുഴുവൻ പ്രചാരകരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. ഹിന്ദു ഐക്യവേദി, ശബരിമല കർമ്മസമിതി നേതാക്കളെയും പ്രചാരണ രംഗത്ത് ഉപയോഗിക്കാൻ തീരുമാനമായി. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണെന്നും പിന്നീടുണ്ടായ തർക്കങ്ങൾ അനാവശ്യമാണെന്നുമായിരുന്നു വിമർശനം. വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രതികൂല ചർച്ചകൾ നടത്തിയ പ്രവർത്തകരെ ശാസിക്കാനും തീരുമാനമായി. ന്യൂസ് 18 കൊച്ചി. വയനാട് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നതിനെ ചൊല്ലി ഐ ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. ഐ ഗ്രൂപ്പിന്റെ രഹസ്യ പ്രതിഷേധ യോഗം കോഴിക്കോട്ട് നടന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനം പകരം കിട്ടിയില്ലെങ്കിൽ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആലോചന. കാലങ്ങളായി കൈവശം വച്ചിരുന്ന വയനാട് സീറ്റ് എ ഗ്രൂപ്പിന് വിട്ടു നൽകിയതിൽ ജില്ലയിലെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇത് ചർച്ച ചെയ്യുവാനാണ് ഐ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം കോഴിക്കോട് ചേർന്നത്. യോഗത്തിനിടയിൽ പുറത്തുവന്ന മുൻ DCC പ്രസിഡന്റ് N ബീരാൻകുട്ടി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഐ ഗ്രൂപ്പിന് നേതൃത്വം നട്ടലില്ലാത്തവരാണ് സംസ്ഥാന ലെവലിൽ. രമേശ് അയ്യ എന്ന് പറയുന്നത്, KC വേണുഗോപാൽ അയ്യ എന്ന് പറയുന്നത് ഒരുപാട് നേതാക്കന്മാർ. പക്ഷെ അവിടെ ഒറ്റ ഉമ്മൻചാണ്ടിയെ സഹിച്ചത്. ചെന്നിത്തലയ്ക്ക് നട്ടല് കാണിച്ചില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആർജവം കാണിക്കണ്ടേ? T സിദ്ദിഖ് വഹിച്ചിരുന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകിട്ടണമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുനിന്നും മാറി നിൽക്കാനാണ് ആലോചന. തീർച്ചയായും ഏകോപനത്തിനൊരു DCC പ്രസിഡന്റ് ആവശ്യമാണ്. അല്ല, ഏകോപനം വൈകുന്നതിനനുസരിച്ച് അതിന്റെ ബുദ്ധിമുട്ട് താഴെ തലത്തിൽ ഉണ്ടാവുമല്ലോ. യോഗത്തിൽ ജില്ലയിലെ 30ഓളം ഐ ഗ്രൂപ്പ് നേതാക്കൾ പങ്കെടുത്തു. പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് തീരുമാനം. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിന് ഇരയായതായി യുവതിയുടെ പരാതി. കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ മാഗസിൻ ചുമതലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ വെച്ച് യുവാവ് പീഡിപ്പിച്ചു എന്നാണ് പരാതി. നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് യുവതിയുടെ മൊഴി. 2018 ജൂണിൽ ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായാണ് പരാതി.
കോളേജ് മാഗസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു യുവതി. ഇതിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവാവ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി CPM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി. പോലീസ് ഈ കാര്യത്തിൽ സത്യസന്ധമായി ശാസ്ത്രീയമായി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പരാതിക്കാരിയുടെ കുടുംബം CPM അനുഭാവമുള്ളവരാണെന്നും എന്നാൽ ആരോപണ വിധേയനായ യുവാവിന് പാർട്ടി ബന്ധമില്ലെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. SFIയുടെ ഒരു പ്രവർത്തകയായിരുന്നു എന്ന് പറയുന്നു. അത്രമാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അവരുടെ കുടുംബം പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് എന്നത് വസ്തുതയാണ്. മാർച്ച് 16-ന് മണ്ണൂർ നഗരപ്പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത്. പോലീസിന് നൽകിയ മൊഴിയിൽ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായാണ് യുവതി വ്യക്തമാക്കുന്നത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് യുവതിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. MLA PK ശശി ഉൾപ്പെട്ട വിവാദത്തിന് പിന്നാലെ വന്ന പീഡന പരാതിയിൽ പ്രതിരോധത്തിലായി CPM. പരാതി പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവ സംഘടനകൾ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. PK ശശിക്കെതിരായ DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ നടപടിയെടുത്തതിന് പിന്നാലെയാണ് മറ്റൊരു പീഡന പരാതി CPMന് തലവേദന സൃഷ്ടിക്കുന്നത്. ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവാവ് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇനിയും വ്യക്തമായ വിശദീകരണം നൽകാൻ CPMന് കഴിഞ്ഞിട്ടില്ല. ആരോപണ വിധേയനായ വ്യക്തിക്ക് പാർട്ടിയുടെയോ മറ്റ് പോഷക സംഘടനകളുടെയോ ചുമതലകളില്ല. പാർട്ടി അനുഭാവി പോലുമല്ലെന്ന് CPM വിശദീകരിക്കുന്നു. പക്ഷേ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇത്തരമൊരാൾക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എന്നാണ് ഉയരുന്ന ചോദ്യം. ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. CPM ഓഫീസുകൾ ഇപ്പോൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അടുത്ത കാലത്തായി നടന്ന സംഭവങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട്. എന്നാൽ CPMനെ പ്രതിക്കൂട്ടിലാക്കാനായി സ്ത്രീ പീഡന ആരോപണം പ്രചാരണ വിഷയമാക്കുന്നതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIRൽ പേരുള്ള ആൾക്കാരാണ് മത്സരിക്കുന്നതെന്നും കൂടി മനസ്സിലായിക്കോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ തെരഞ്ഞെടുപ്പിൽ വെലിങ്ങനെ പ്രചരണായുധാക്കിയാൽ നല്ല തിരിച്ചടി കിട്ടും. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രതിഷേധ പ്രകടനം നടത്തി. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. ന്യൂസ് 18 പാലക്കാട്. ഓച്ചിറയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സുരേഷ് ഗോപി MPയുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം. കരുനാഗപ്പള്ളി CAയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണ പുരോഗതി വിശദീകരിച്ചു. വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. അതേസമയം പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ബംഗളൂരുവിൽ പോലീസ് തുടരുകയാണ്. രാവിലെ 11 മണിയോടെയാണ് സുരേഷ് ഗോപി രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ ഓച്ചിറയിലെ വീട് സന്ദർശിച്ചത്. BJP ജില്ലാ നേതാക്കൾക്കൊപ്പം എത്തിയ സുരേഷ് ഗോപി പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം പിന്നിട്ടും പോലീസ് അനാസ്ഥ തുടരുകയാണെന്നാരോപിച്ച് സുരേഷ് ഗോപി വീട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കരുനാഗപ്പള്ളി CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി അന്വേഷണ പുരോഗതി ബോധ്യപ്പെടുത്തി. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ അറിയാൻ ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആരെങ്കിലും അയക്കാൻ പറഞ്ഞപ്പോൾ ആ വന്ന ഉദ്യോഗസ്ഥൻ ഇലക്ഷൻ പ്രമാണിച്ച് ട്രാൻസ്ഫറിൽ വന്നിരിക്കുന്ന ഈ വിഷയം അറിഞ്ഞുകൂടാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. കേസിലെ പ്രധാന പ്രതി റോഷനെ സഹായിച്ച മൂന്നാമത്തെ പ്രതിയെ കൂടി പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്യാരിയാണ് അറസ്റ്റിലായത്. പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കൊല്ലം. തിരുവല്ലയിൽ പെൺകുട്ടിയെ തീ കൊളുത്തിയ കേസിലെ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകുന്നേരം തിരുവല്ലയിൽ മൃതദേഹം സംസ്കരിക്കും. തിരുവല്ല CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് ആദ്യം കേസെടുത്തതെങ്കിലും പെൺകുട്ടി മരിച്ചതിനാൽ കൊലക്കുറ്റം ചുമത്തിയതായി പോലീസ് അറിയിച്ചു. മരണത്തെ തുടർന്ന് അത് കൊലപാതക കേസായിട്ട് സെക്ഷൻ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 12-നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കത്തി ഉപയോഗിച്ച് കുത്തിയ ശേഷമായിരുന്നു തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ തിരുവല്ലയിലെ മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുകയായിരുന്നു. പ്രതി അജിൻ റെജി മാത്യു റിമാൻഡിലാണ്. ഇന്നലെ വൈകിട്ടാണ് പെൺകുട്ടി മരിച്ചത്. ന്യൂസ് 18 കൊച്ചി. വ്യാജരേഖ വിവാദം ചർച്ച ചെയ്യുന്നതിനായി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത അടിയന്തര വൈദിക സമിതി യോഗം കൊച്ചിയിൽ തുടങ്ങി. അപ്പോസ്തലോമിക് അഡ്മിനിസ്ട്രേറ്ററും സഹായ മെത്രാന്മാരും വൈദികരും പങ്കെടുക്കുന്നു.
ഡാനിയാണ് ചേരുന്നത്. ഡാനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, അല്പം മുമ്പാണ് വൈദിക സമിതിയുടെ അടിയന്തര യോഗം ആരംഭിച്ചത്. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത വിവാദത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം വ്യാജരേഖ വിവാദം കഴിഞ്ഞ സിനഡിൽ അവതരിപ്പിച്ച രേഖകളുമായി ബന്ധപ്പെട്ടാണ് വ്യാജരേഖ വിവാദം ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിലെ തന്നെ ഒരു മുതിർന്ന വൈദികൻ, അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മനത്തോടത്ത് അദ്ദേഹം കൂടി പ്രതിയാകുന്ന ഒരു സാഹചര്യം, ഒന്നും രണ്ടും പ്രതികളായി ഇവർ മാറുന്ന ഈ സാഹചര്യത്തിലാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചാണ് ഒരു വൈദികന്റെ പരാതിയിൽ തന്നെ അതിരൂപത പിതാവിനെതിരെ തന്നെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഈ സാഹചര്യം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണം. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇവർ രണ്ടുപേരും ഈ കേസിൽ പ്രതികളാകുന്നു എന്നതാണ് വൈദിക സമിതി പറയുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച നിലപാടുകൾ എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വൈദിക സമിതി അടിയന്തരമായി തന്നെ ചേരാൻ ആവശ്യപ്പെട്ടത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി 2 സ്ഥാപനങ്ങളിലേക്ക് വൻ തുകകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതാണ് ഈ രേഖകളുടെ ഒരു അടിസ്ഥാനമായി പറയുന്നത്. ഇത് ഫാദർ പോൾ തേലക്കാട്ട് ജേക്കബ് മനത്തോടത്ത് വഴി സിനഡിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. ഈ രേഖകൾ വ്യാജമാണ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് കർദിനാൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സിനഡിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇതിൽ പരാതിയായി ഉന്നയിക്കുന്നത്. പക്ഷേ പരാതിയിൽ ഒരിടത്ത് പോലും ഇവർ ഈ രേഖകളുടെ ഉത്ഭവം എവിടെ നിന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇത് പക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയ ഫാദർ ജോബ് മേപ്രകാവലിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വൈദികനും അതോടൊപ്പം തന്നെ സഭ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ കൂടി പ്രതിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും ഇതിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് സംബന്ധിച്ച് വൈദിക സമിതി സിനഡിനോട് അടക്കം ഉള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ രേഖകളുടെ ഉറവിടം സംബന്ധിച്ച് ഫാദർ പോൾ തേലക്കാട്ടിനും ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ചും വ്യക്തമാക്കേണ്ടി വരും എന്നതിൽ യാതൊരു. ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. നിറങ്ങളിൽ നീരാടി ഹോളി ആഘോഷിച്ച് ഉത്തരേന്ത്യ. വർണ്ണങ്ങൾ വിതറി നടക്കുന്ന ആഘോഷം അതിരുവിടാതിരിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള നേതാക്കൾ ജനങ്ങൾക്ക് ഹോളി ആശംസ നേർന്നു. KP അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും ഹോളി ആഘോഷത്തിന്റെ തിരക്കിലാണ് ഉത്തരേന്ത്യ മുഴുവൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ JNU ക്യാമ്പസിൽ നിന്നാണ്. ഇവിടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് വിദ്യാഭ്യാസത്തിനായി എത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ സംസ്കാരങ്ങളെ പിന്തുടരുന്നവർ ഒക്കെയാണ് ഈ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. മുതിർന്നവരും പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ക്യാമ്പസിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. രാജ്യം ഒന്നടങ്കം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. പൊതുതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാജ്യം ഒട്ടാകെ. അപ്പോഴും ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആഘോഷമാണ്. ഈ ഒരു ദിവസം പൂർണ്ണമായും അവർ ഹോളി ആഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു സുഹൃത്ത് എന്തായാലും നമ്മളോടൊപ്പം ചേരുകയാണ്. കൈസായേ? बहुत मजा आ रहा है, बहुत अच्छा है, सब मिलजुल के मना रहे हैं होली, अच्छा लग रहा है बहुत। ये होली का दिन है, पूरा दिन होली के लिए चाहिए ना? बिल्कुल, ये बहुत खुशी का त्यौहार है हम लोगों के लिए। सब एकजुट मिलके मनाते हैं, अलग अलग जगह के लोग होते हैं, सब एक साथ मनाते हैं, खुशी और प्यार बांटते हैं, इसलिए बहुत अच्छा लगता है। आप किधर से आएगा? हम यहीं पे दिल्ली के ही हैं हम लोग। ദില്ലിയിൽ നിന്ന് തന്നെയുള്ള സുഹൃത്താണ് ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്. ഹോളിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ ക്യാമ്പസിൽ തടിച്ചുകൂടിയിട്ടുള്ള എല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഒന്നടങ്കം ഇപ്പോൾ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ക്യാമറാമാൻ KP ധനേഷിനും കാർത്തിക്കിനുമൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ജമ്മുകാശ്മീരിലെ സൊപ്പോറിൽ CRPF ക്യാമ്പിന് നേരെ ഭീകരരുടെ ഗ്രനേഡ് ആക്രമണം. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചു. ഇന്ത്യയിൽ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന് അമേരിക്ക പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കശ്മീരിൽ 24 മണിക്കൂറിൽ 3 ഭീകരാക്രമണമുണ്ടായി. ബാരാമുള്ളയിൽ സൈനിക സംഘത്തിനും പോലീസിനും നേരെ ഭീകരർ വെടിയുതിർത്തു. 3 പോലീസുകാർക്ക് ഗുരുതരമായി പരുക്കേറ്റു. സോപ്പോറിൽ CRPF ക്യാമ്പിനു നേരെ ഭീകരർ ഗ്രനേഡ് എറിഞ്ഞു. 2 സൈനികർക്ക് പരുക്കേറ്റു. അല്പവ്യത്യാസത്തിൽ വൻ അപകടം ഒഴിവായി. ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടങ്ങി. ബന്ദിപ്പുരയിലെ മിർമൊഹല്ലയിലും ഭീകരരും സൈന്യവും ഏറ്റുമുട്ടി. അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി. 1 ജവാൻ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരുക്കുണ്ട്. അതിനിടെ ഇന്ത്യയിൽ ഇനി ഭീകരാക്രമണമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്
പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ഭീകരർക്കെതിരെ ഉറച്ച നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കണം. മേഖലയിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ ജയ്ഷെ മുഹമ്മദിനും ലഷ്കർ-എ തോയ്ബയ്ക്കുമെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഓച്ചിറയിൽ 13 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പ്രതികൾക്കെതിരെ പോക്സോ കുറ്റം ചുമത്തി. മുഹമ്മദ് റോഷൻ, പ്യാരി, ബിബിൻ, അനന്തു എന്നിവർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഇതിൽ റോഷൻ ഒഴികെയുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട്. ശ്യാം ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? ഓച്ചിറയിൽ 13 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഓച്ചിറ പോലീസ് ഇപ്പോൾ പോക്സോ ചുമത്തിയിരിക്കുന്നത്. അതായത് ലൈംഗിക പീഡനങ്ങളിൽ കുട്ടികളെ രക്ഷിക്കുന്ന, കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണ് പോക്സോ നിയമം. ഈ നിയമത്തിന്റെ പ്രധാന വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ബാലനീതി നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുബന്ധ വകുപ്പുകളും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. 4 പേർക്കെതിരെ, അതായത് മുഖ്യപ്രതിയായ റോഷൻ, അനന്തു, പ്യാരി, ബിബിൻ എന്നിവർക്കെതിരെയാണ് പോക്സോ നിയമം അനുസരിച്ച് ഈ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. പ്രധാന തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളുണ്ട്. അതിൽ പ്രായപൂർത്തിയായിട്ടില്ല, അതായത് 13 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം. അതുകൊണ്ട് തന്നെയാണ് പോക്സോ നിയമം ചുമത്തിയത്. ഒപ്പം ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അതുകൊണ്ട് തന്നെ 3 പ്രതികളെ നേരത്തെ കസ്റ്റഡിയിലായ 3 പ്രതികളുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അവരെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഹാജരാക്കുന്നതിന് തൊട്ട് മുന്നോടിയായാണ് അവർക്കുള്ള റിമാൻഡ് റിപ്പോർട്ട് എഴുതുമ്പോഴാണ് പോലീസ് പോക്സോ നിയമം കൂടി ചുമത്തിയത്. നേരത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അനുബന്ധ വകുപ്പ് മാത്രമായിരുന്നു ചുമത്തിയിരുന്നത്. ഇപ്പോൾ പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഇനി മുഹമ്മദ് റോഷൻ കൂടി ഈ കേസിൽ അറസ്റ്റിലാകാനുണ്ട്. ഇയാളെ തിരക്കി ഓച്ചിറ, കരുനാഗപ്പള്ളി പോലീസ് 2 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഇവർ ബാംഗ്ലൂരിൽ അന്വേഷണം നടത്തുകയുമാണ്. ഇതിനിടയിലാണ് പോലീസ് പോക്സോ നിയമവും ചുമത്തിയിരിക്കുന്നത്. അതായത് കേസ് ഏറ്റവും ബലപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാനാകും. ഈ പെൺകുട്ടിയെ കണ്ടെത്തിയാൽ പെൺകുട്ടിയുടെ ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യും. അതിനുശേഷമാകും ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. തുടർന്ന് അങ്ങനെയെങ്കിൽ അനുബന്ധമായ അത്തരം വകുപ്പുകൾ കൂടി ചേർത്തായിരിക്കും പോലീസ് 4 പേർക്കുമെതിരായിട്ടുള്ള ബാക്കി കുറ്റങ്ങൾ കൂടി ചുമത്തുക. ശ്യാമാണ് വിവരങ്ങൾ. ചെർപ്പുളശ്ശേരി പീഡന സംഭവത്തിൽ അന്വേഷണം വേഗത്തിൽ നടക്കട്ടെയെന്ന് പാലക്കാട്ടെ CPM സ്ഥാനാർത്ഥി MP രാജേഷ്. നിജസ്ഥിതി വേഗത്തിൽ പുറത്തുവരണമെന്നും തന്റെ വിജയത്തെ ഇത് ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പ്രതിയെന്നാരോപിക്കുന്ന ആൾക്ക് പാർട്ടിയുമായിട്ടോ മറ്റോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ബാക്കി കാര്യങ്ങൾ എന്നാണ് അവിടുന്ന് ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടു. അത്ര ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയപ്പോഴാണ് ആ പ്രതികരണം ഞാൻ കണ്ടത്. ബാക്കി കാര്യങ്ങൾ അവിടുത്തെ പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് ഇക്കാര്യം വിശദമായിട്ടും എത്രയും വേഗത്തിലും അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്തട്ടെ. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള നിലപാട്.